നമസ്കാരം, എല്ലാവർക്കും കിറ്റി കാറ്റ് ആരോസിലേക്ക് സ്വാഗതം. അടുത്ത 24 മണിക്കൂറിനുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. നിങ്ങൾ വീഡിയോ കാണുന്ന അപ്പം തുടങ്ങിയുള്ള 24 മണിക്കൂറാണ് നിങ്ങളുടെ സമയം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ മൂന്ന് പേർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്, രോഗികൾ ആരെങ്കിലും ഉണ്ടോ വീട്ടില്? നിങ്ങളുടെ ആരുടെങ്കിലും പ്രായമായവര്? അപ്പൊ അവിടെ ഒരു ഇത് അവർക്ക് എന്തോ ഒരു കാര്യമായ എന്തോ ഒരു അസുഖമുണ്ട്, ഡോക്ടറെ കാണിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഡെത്ത് കാർഡ് കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു ഓൾഡ് വുമനെ കാണിക്കുന്നുണ്ട്, ഡോക്ടറെയും കാണിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ഇവരുടെ ഈ രോഗം കുറച്ച് സീരിയസ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഭഗവാന്. അപ്പോ അത് ഡോക്ടറെ കാണിക്കണമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അവര് വേദന ഉള്ളിൽ ഒതുക്കുന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കണമെന്ന് പറയുന്നുണ്ട് 24 മണിക്കൂറിനുള്ളിൽ. കുറച്ച് സീരിയസ് ആയ കണ്ടീഷൻ ആണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡാണ്. ജോയ്ഫുൾനെസ് കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു പ്രീസ്റ്റിനെ കാണിക്കുന്നുണ്ട്, ഒരു പാർട്ടി ചിയർഫുൾനെസ് കാണിക്കുന്നുണ്ട്. അപ്പോ പള്ളിയിലെ പെരുന്നാൾ വരെ നടക്കുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോൾ ബന്ധുക്കളെല്ലാം കൂടെ പള്ളിയിലേക്ക് പോകുന്നുണ്ട്, ഏതെങ്കിലും പള്ളികളുടെ പെരുന്നാൾ നടക്കുന്ന പോലെ കാണുന്നുണ്ട്. അപ്പൊ അവിടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് വരും. ചിലപ്പോൾ നിങ്ങളുടെ പഠിപ്പിച്ച അച്ഛനോ ആരെങ്കിലും ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് വരും. ഫ്രണ്ട്സ് ആയിട്ട് ഗ്രൂപ്പ് കൂടാനുള്ള ചാൻസ് വരും. ഇന്ന് പള്ളിയിലെ പെരുന്നാൾ അവസാന ദിവസമാണോ, അതോ അങ്ങനെ വല്ലതും ഉണ്ടോ? അതോ ഇന്നാണോ കൊടികയറുന്നത്? അങ്ങനെ എന്തോ ഒരു കാര്യം. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പള്ളിയിലെ അച്ഛനും അങ്ങനെ ആ ഒരു പള്ളിയെ സംബന്ധിച്ച് എന്തോ ഒരു കാര്യത്തിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇട വരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഹാപ്പിയാണ്, മൊത്തത്തിൽ ഒരു ജോയ്ഫുൾനെസ് ആണ് അവിടെ കാണിക്കുന്നത്. ആദ്യത്തത് കുറച്ച് സാഡ് ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ 3 കാർഡ്സും വലിയ കുഴപ്പമില്ല. മൂന്നാമത്തെ കാർഡ്സിൽ പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 3-4 വിവാഹാലോചനകൾ വന്നിട്ടുണ്ട്. അതിൽ ഏത് വിവാഹം കഴിക്കണം, ആരെ സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതിലൊരാള് നിങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് വിധിയുള്ള ആള് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് പൈസയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ചിലപ്പോൾ വിവാഹത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ സ്ത്രീധനം കൊടുക്കാനും വാങ്ങിക്കാനും പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വേറെ കുറച്ച് പേരെ, സ്ത്രീ ആയിരിക്കാം, നിങ്ങൾ അറിയില്ല, വേണ്ടാന്ന് വെക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സ്ത്രീധനം മേടിക്കേണ്ടാന്ന് ആരോ ഒരാൾ തീരുമാനമെടുക്കും. എന്തായാലും വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും 24 മണിക്കൂറിനുള്ള. ആരെ വേണ്ട ആരെ വേണം എന്ന ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. താങ്ക് യു.